ഗുഡ് മോർണിംഗ് എവരിബഡി, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ഞാൻ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാമാണ്. സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിൽ ബോസായിട്ടിരിക്കുന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു നമുക്ക് വേണ്ടി പ്രശ്വാസം ചെയ്ത് ജീവിക്കുന്നു. ഇപ്പോൾ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആരാണ്? യേശു പോയപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളോടുകൂടി എന്നും വസിക്കുവാനും, എന്നും ഓൾവേസ് യൂസ് ഒരു 10 ഇയേഴ്സോ 20 ഇയേഴ്സോ നമ്മുടെ ലൈഫ് ലോങ് ഹീസ് വിത്ത് അസ്. അങ്ങനെയുള്ള ഒരു ഹോളി സ്പിരിറ്റ് അല്ലേ, എത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം. അപ്പോൾ ഹെൽപ്പറാന്ന് കേട്ടു, കംഫർട്ടറാന്ന് കേട്ടു, നമുക്ക് ഒരു ഗൈഡാന്ന് കേട്ടു, നമുക്ക് ഹീസ് എ ടീച്ചർ. So he is a teacher and comforter and helper and friend. എല്ലാമായി ഹോളി സ്പിരിറ്റ് അഡ്വക്കേറ്റുമാണ് എന്ന് നമ്മൾ കണ്ടു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹീസ് എ ഗൈഡ്. ഹീ വിൽ ഗൈഡ് യു ഇൻ എവറിഥിങ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, സോ ഐ വിൽ സെൻഡ് യു ദിസ് ഹോളി സ്പിരിറ്റ്. ഹൗവർ വെൻ ഹീ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ഹാസ് കം ഹീ വിൽ ഗൈഡ് യു ഇൻ ടു ഓൾ ട്രൂത്ത് എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ എല്ലാ സത്യത്തിലും വഴി നടത്തും എന്ന്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. കണ്ടോ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴെന്ത് ചെയ്യും? നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. എല്ലാ സത്യത്തിലും വഴി നടത്തുന്ന, എല്ലാ റോങ്ങും കാണിക്കുന്നത് അശുദ്ധാത്മാവാണ്. അശുദ്ധാത്മാവും പരിശുദ്ധാത്മാവും. സാത്താനാണ് അശുദ്ധാത്മാവ്. ആ സാത്താൻ്റെ സ്വരം നിങ്ങൾ കേൾക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ ആ സത്യത്തിലുള്ള വഴി നടത്തുന്ന ഈ വഴി പോകാൻ പരിശുദ്ധാത്മാവ് പറയും. ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ് അല്ലേ. നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കണം. ഗോഡ് ഈസ് ദ, ഡെവിൾ ഈസ് ദ. ഹും ഡു യു ചൂസ്, ഗോഡ് ഓർ ഡെവിൾ? There is heaven and hell. What do you choose? You choose heaven അല്ലേ. നമ്മൾ ഇവിടെ വെളിച്ചമുണ്ട്, അന്ധകാരമുണ്ട്, പാപമുണ്ട്, പുണ്യമുണ്ട്. നമുക്കെല്ലാം എന്നും ഒരു തിരഞ്ഞെടുപ്പുണ്ട്. There's a choice. അപ്പം നമ്മൾ നല്ലത് ചോയ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അതാണ് പറഞ്ഞ് സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും എന്ന്. ഇപ്പം മ്യൂസിയത്തിലോ ഹിസ്റ്റോറിക് പ്ലേസൊക്കെ നമ്മൾ പോകാമെന്നോർത്തു. ഇപ്പം ഞങ്ങൾക്കിവിടെ സലാജങ് മ്യൂസിയം ഉണ്ട് ഹൈദരാബാദിൽ. അപ്പോൾ അവിടെ ഒരു ഗൈഡ് കൊണ്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ച് പറഞ്ഞു തരും. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഇവിടെ താജ്മഹൽ കാണാൻ പോയപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ ഗൈഡാണ്. പുള്ളി എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ലാസ്റ്റ് വരെയും കാണിച്ചു. വാട്ടെവർ മണി യു വാണ്ട് യു ഗീവ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒന്നും ഡിമാൻഡ് ചെയ്തില്ല. അങ്ങനെ ദൈവം ഒരു നല്ല ഗൈഡിനെ അയച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡ് ഉള്ളപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനില്ല. അല്ലെങ്കിൽ എവിടെ പോകണം, ഇങ്ങോട്ട് തിരിയണം, ആകെ ബഹളിയായിരിക്കും അല്ലേ, വെപ്രാളമായിരിക്കും. അങ്ങനെ തന്നെ ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൺ ടു അസ് ആസ് എ ഗൈഡ് ആൻഡ് ഡയറക്ടർ. സോ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നീ ഈ വഴി പോവുക, തെറ്റായ വഴി പോകല്ലേ കുഞ്ഞേ എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവ്. എപ്പോഴും നമ്മുടെ കോൺഷ്യൻസ് ഉണ്ടല്ലേ, നമുക്കൊരു മനസ്സാക്ഷിയുണ്ട്. ആ മനസ്സാക്ഷിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ മനസ്സാക്ഷി സത്യമേ സംസാരിക്കുള്ളൂ. പക്ഷേ ചിലർ മനസ്സാക്ഷിക്ക് എതിരെ പോകും. മനസ്സാക്ഷി കുത്തുന്ന് പറയല്ലേ, അങ്ങനെയൊക്കെ വന്നാലും ചിലർ അതിന് എതിരെ പോകും. അത് സാത്താൻ്റെ പണിയാണ്. അപ്പോൾ സാത്താൻ്റെ വഴി നിങ്ങൾ പോകരുത്. അപ്പോൾ നമ്മുടെ ലൈഫ് ജേർണിയിൽ സംടൈംസ് വി ഗെറ്റ് സ്റ്റക്ക് അപ്പ് അല്ലേ. ചിലപ്പോൾ അറിയില്ല, ഒരു ഡയലമ, ഒരു വാട്ട് യു സേ ലൈക്ക് ജംഗ്ഷൻ, യു ഡോണ്ട് നോ ദിസ് വേ ദർ ആർ 4 റോഡ്സ്. ഇങ്ങനെ പോകണോ, അങ്ങനെ ഈസ്റ്റോ വെസ്റ്റോ നോർത്തോ സൗത്ത്, ഇങ്ങനെയൊരു നമ്മളൊരു കൺഫ്യൂഷനിലായിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഹോളി സ്പിരിറ്റ് പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ടേക്ക് മീ ഡയറക്റ്റ്. സംടൈംസ് ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് ഞങ്ങൾ ഇത് പോകും. എന്നിട്ട് ചിലപ്പം ഗൂഗിൾ ഇച്ചിരി തെറ്റിച്ചുകൊണ്ട് പോകും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഞാനന്നേരം ഹോളി സ്പിരിറ്റ്, യു ആർ മൈ ഗൈഡ്, യു ആർ ബെറ്റർ ദാൻ ഗൂഗിൾ മാപ്പ്, യു ടേക്ക് എസ് ഡയറക്റ്റ് കറക്റ്റ് പ്ലേസ് എന്ന് പറയും, കറക്റ്റ് ടൈമിൽ കൊണ്ട് എത്തിക്കും. ഇങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് ഈസ് റിയൽ ടു മൈ ലൈഫ്.
അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്റ്റൽസ് വേ ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ഇൻസ്ട്രക്റ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അവരെ എപ്പോഴും നയിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവാണ്. എപ്പോഴും ഇൻസ്ട്രക്ഷൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരോട് പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 6-ഉം 7-ലും ഉണ്ട്. വി ക്യാൻ സി അപ്പോസ്റ്റൽ പോൾ ടേക്കിംഗ് ഹിസ് ഓൺ ഡിസിഷൻ ടു ഗോ ടു ഏഷ്യയിൽ പോകാൻ വേണ്ടിയിട്ടൊരു തീരുമാനമെടുക്കുകയാണ് അപ്പോസ്റ്റൽ പോൾ. അന്നേരം ഹോളി സ്പിരിറ്റ് പ്രിവെൻറ്റഡ് ഹിം. എന്നിട്ട് പറഞ്ഞു, നോ, നോട്ട് നൗ, ഡോണ്ട് ഗോ പോൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ പോകരുത് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളാണെങ്കിൽ പറയാതെ സാത്താന എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ശാസിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഗദ്ദിക്കും. പക്ഷേ പൗലോസ് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനായ കാരണം ഓക്കെ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് തിരിഞ്ഞുപോയി. അപ്പം ഏഷ്യയിൽ പോകാതെ തിരിഞ്ഞുപോയി. ആ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അപ്പിയർ ചെയ്തിട്ട് പറഞ്ഞു, നീ ബിത്തീനിയയിലേക്ക് പോകാൻ. പിന്നെ ബിത്തീനിയ പോകാനായിട്ട് പോൾ തുനിഞ്ഞപ്പോഴെന്താ പരിശുദ്ധാത്മാവ് വീണ്ടും പ്രിവെൻറ്റ് ചെയ്തു, ഡോണ്ട് ഗോ ടു ബിത്തീനിയ എന്ന്. അന്നേരമാണ് ആ രാത്രിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് യു ഗോ ടു മാസിഡോണിയ എന്ന് പറഞ്ഞു. കണ്ടോ, അതൊക്കെ റിയലായിട്ട് ഇവിടെ പോകണ്ട നീ, ഇത് ഏഷ്യയുടെ സമയമല്ല, ഇത് ബിത്തീനിയയുടെ സമയമല്ല, യു ഹാവ് ടു ഗോ ടു മാസിഡോണിയ എന്ന് പറയും. ചിലപ്പോൾ എനിക്കൊത്തിരി മീറ്റിംഗ് ഒക്കെ ഉണ്ടാകും. ചിലപ്പം ഏത് തിരഞ്ഞെടുക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിക്കും. എന്നു വെച്ചാൽ എല്ലായിടത്തും നമുക്ക് പോകത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മ പറയുന്നിടത്ത് ഞാൻ പോകും. ചിലർ നമ്മൾക്ക് സഹായം ചോദിക്കും അല്ലേ, ചിലർ ചുമ്മാ സഹായം ചോദിക്കും. നമ്മൾ എന്നാ പറഞ്ഞ് നനഞ്ഞിടം കുഴിക്കുമെന്ന് പറയല്ലേ, നമ്മൾ കൊടുക്കുമെന്ന് കാണുമ്പോൾ അവർ ഇങ്ങനെ പണമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും ഐ വിൽ ആസ്ക് ദ ഹോളി സ്പിരിറ്റ്, ഇഫ് ദ സ്പിരിറ്റ് ലീഡ്സ് ഐ വിൽ ഗിവ് എന്ന്. അപ്പോൾ എപ്പോഴും ഒരു ഗൈഡൻസ് ഉണ്ടാകും നമുക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസ്. ആൾക്കാർ ചിലപ്പം ഗൈഡ് ചെയ്താൽ നമ്മൾ തെറ്റായ വഴിയിലൊക്കെ പോകും. പക്ഷേ ആത്മാവ് നമ്മളെ 100% വി ക്യാൻ ട്രസ്റ്റ് ഹിം. അത് കറക്റ്റ് വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് യു ഹാവ് ടു ലിസൺ ടു ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ജീസസ് അത് റിപ്പീറ്റഡ്ലി പറഞ്ഞല്ലോ. റെവലേഷൻ ചാപ്റ്റർ 2:7, വേഴ്സ് 11, 17, 29, ചാപ്റ്റർ 3:6, 13, 22 ഇത്രയും വേഴ്സിൽ പറയുകയാണ്, ഹീ ഹു ഹാസ് ഇയർ ലെറ്റ് ഹിം ഹിയർ വാട്ട് ദ സ്പിരിറ്റ് സേസ്. ചെവിയുള്ളവൻ ആത്മാവ് പറയുന്നത് കേൾക്കുക എന്ന്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേട്ടിട്ട് ഒരു ചെവി കൂടി കേട്ട് മറ്റുള്ള ചെവി കൂടി കളയാനല്ല, നിങ്ങളത് പ്രാവർത്തികമാക്കണം, നിങ്ങളത് ജീവിക്കണം. പരിശുദ്ധാത്മാവിനെ കൂട്ടായിട്ട് പിടിക്കുക. നിങ്ങളുടെ ജയജീവിതം നിങ്ങൾക്ക് കിട്ടും. ഹീ ഈസ് ഗോയിങ് ടു ഗൈഡ് യു ടിൽ യുവർ ഡെത്ത്. ഓക്കെ, ടിൽ യു ആർ ഓൺ ദിസ് എർത്ത്. ഹീ വിൽ ബി യുവർ ഗൈഡ്, യുവർ ഫ്രണ്ട്, യുവർ ഹെൽപ്പർ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒന്ന് പറഞ്ഞ്, ഡിയർ ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫോർ ബീയിങ് മൈ ഗൈഡ് എന്ന് പറ. എൻ്റെ ഗൈഡായിരിക്കും, ഞാൻ നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും അങ്ങയുടെ ഗൈഡൻസ് എടുക്കുവാനും എവറി സ്റ്റെപ്പ് ഐ ടേക്ക്, എവറി ഡിസിഷൻ ദാറ്റ് ഐ മേക്ക്, ലെറ്റ് മീ ആസ്ക് യു. അങ്ങനെ ഗൈഡ് എടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ ഫോർ ദ വണ്ടർഫുൾ സ്പിരിറ്റ് യു ഗേവ് മീ ഇൻ ജീസസ് നെയിം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. Take the guidance of the Holy Spirit. Amen.